ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഗൈസ് അവസ്ഥ. ഇന്നൊരു വെക്കേഷൻ ട്രിപ്പാണ് കേട്ടോ. നമുക്ക് ജർമ്മനിയിൽ ഇവിടെ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ വെക്കേഷനാണ്. ആ ടൈമിൽ തന്നെ നമുക്ക് പിള്ളേരുള്ള അമ്മമാർക്കും അപ്പന്മാർക്കും വെക്കേഷൻ എടുക്കാമെന്ന് പെർമിഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സമയം നോക്കിയാണ് വെക്കേഷൻ എടുക്കാറ്. അപ്പോൾ അങ്ങനെ വെക്കേഷൻ എടുത്തിട്ട് നമ്മളിപ്പോൾ ഈ വർഷം നാട്ടിൽ പോകാൻ പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് യൂറോപ്പിൽ തന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാമെന്ന് വെച്ചു. ഞങ്ങൾ അങ്ങനെ ഒരു ട്രിപ്പിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് ബെൽജിയത്തിലേക്കാണ് നമ്മൾ പോയത്. നമ്മൾ ബെൽജിയത്തിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബോട്ടിംഗ് ആണ് ഫസ്റ്റ് തന്നെ എക്സ്പ്ലോർ ചെയ്തത് കേട്ടോ. കുറേ നാളെ നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോയിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബോട്ടിങ് ഫസ്റ്റ് തന്നെ പ്രിഫർ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നമുക്കൊരു പാക്കേജ് ഉണ്ടായിരുന്നു. നമ്മൾ ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ബോട്ടിങ്ങും പിന്നെ അതിൻ്റെ മുകളിലൊരു കാസ്റ്റിലുണ്ട്, ഒരു മലയുടെ മുകളിൽ കാസ്റ്റിലുണ്ട്. ആ കാസ്റ്റിലും കൂടെ കാണാനുള്ളതും കൂടെ ഒരുമിച്ച് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളും അവൈലബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുമിച്ച് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബോട്ടിങ്ങിനാണ് പോയത്. നമ്മൾ കുറേ നാളത്തെ ബോട്ടിങ് പോണതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു. പിള്ളേരൊക്കെ ഫസ്റ്റ് ടൈം തന്നെയായിരുന്നു. അപ്പോൾ അവരാണെങ്കിൽ തേ എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളും കണ്ട് അവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയ ദിവസം എന്ന് വെച്ചാൽ നല്ല വെയിൽ, ഒരു 35-36 ഡിഗ്രിയോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലൊക്കെ പോയിരുന്നൊന്ന് കാണാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പറ്റണില്ലായിരുന്നു, അതുപോലത്തെ വെയിലായിരുന്നു. ഇതിന് 2 ദിവസം മുമ്പ് നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്നത്തെ ദിവസം ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ദൈവമേ ഭയങ്കര വെയിലാണല്ലോ, പിള്ളേരും ടയേർഡാവുന്നു, നമ്മളും പെട്ടെന്ന് ടയേർഡാവുന്നു, അങ്ങനത്തെ ഒരു ചൂടും വെയിലൊക്കെയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് എൻജോയ് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ബോട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ മുകളിൽ മറ്റേ കാസ്റ്റിൽ കാണാൻ വേണ്ടി പോയിട്ടോ. അയ്യോ, ആ കാസ്റ്റിൽ നമ്മൾ കാണാതിരിക്കരുത്. ബെൽജിയം പോണവർ, ബെൽജിയം വിസിറ്റ് ചെയ്യണവർ എന്തായാലും ആ കാസ്റ്റിൽ കണ്ടേ പറ്റുമെന്ന് പറയണോ. അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് കുറച്ച് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഇട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി നമ്മൾ അയ്യോ എന്നുള്ള പേടിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്കത് വീഡിയോ എടുക്കലും കാര്യങ്ങളൊന്നും പോസിബിൾ ആവില്ലായിരുന്നല്ലോ. ഞാൻ വേഗം ഫോണും കാര്യങ്ങളൊക്കെ വേഗം ബാഗിലൊക്കെ എടുത്തു വെച്ച് അങ്ങനെയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഒരു വൈബാണ്. പിന്നെ ഇവിടെ സ്പീക്കറിൽ മുഴുവനും അവരിങ്ങനെ എന്താ പറയുക, നമ്മുടെ വേൾഡ് വാർ മുഴുവനും ഇങ്ങനെ ഒരു അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഫുൾ ഇങ്ങനെ ബോംബും പിന്നെ ഗൺ ഷൂട്ട് അങ്ങനത്തെ ഫുൾ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ ഇങ്ങനെ സ്പീക്കറിൽ അവരിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചൊക്കെ ഉണ്ടാകും. നമുക്കൊരു വേൾഡ് വാറിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുന്ന രീതിയിൽ പിള്ളേർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേടിയോണ്ട് വരുന്നു, അയ്യോ ഇതെന്താന്നുള്ള രീതി. ചില സമയത്ത് ഞാനും ഇങ്ങനെ ഒറ്റയ്ക്കും അയ്യോ ഞാനും പേടിച്ചു പറഞ്ഞിട്ട്. പിന്നെ അവിടെ നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് കാണുന്ന വ്യൂ അത് സൂപ്പറാണ്. നമുക്ക് ഫുൾ ബെൽജിയം കാണാൻ. ഇതൊക്കെ ശരിക്കും ഇങ്ങനെ ആ ഒരു വാറിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ ഇടുന്ന സമയത്ത് അത്ര ഇതായിട്ട് അങ്ങോട്ട് ക്ലിയർ അല്ല. അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഇടാണ്ടിരുന്നത്. കണ്ടോ ഇങ്ങനെ ഇരുട്ടി ഇങ്ങനത്തെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ പേടിയാക്കി പോട്ടാം. ഞാനൊക്കെ പെട്ടെന്ന് പേടിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പേടിയായി പോകും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് അങ്ങനെയൊക്കെ ഇരുന്ന് കണ്ടു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നമുക്കൊരു ടാബ് വരും. അപ്പോൾ നമുക്ക് ഓരോ പിക്ചറിൻ്റെ അവിടെയും നമുക്ക് സ്കാനർ ഉണ്ടാവും. അത് വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളും അപ്പം നടക്കുന്ന ഓരോ സംഭവങ്ങളും അങ്ങനത്തെ വീഡിയോ ആയിട്ടും പിന്നെ നമുക്കത് കണ്ടോ പിന്നെ അത് കാണിക്കാനുണ്ട്. അങ്ങനെ ഒരേ കാര്യങ്ങൾ ഇങ്ങനെ നമുക്കിങ്ങനെ കാണിച്ചു തരും. അതിനകത്ത് ഇത് ഇവിടെ പക്ഷെ നമുക്കൊന്നും അത് നോക്കാനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല. ഇവരുടെ പിള്ളേരുടെ കയ്യിൽ തന്നെയായിരുന്നു. പിള്ളേർ അതിങ്ങനെ ഒരു സ്ഥലത്ത് പോയി സ്കാൻ ചെയ്യുന്നു, അങ്ങനത്തെ ഇതൊക്കെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കൂടെ എടുത്തതായിരുന്നു കേട്ടോ. വെറുതെ എനിക്ക് തോന്നുന്നു അവിടെ അടുത്തായിരുന്നു എയർപോർട്ട്, അതായിരിക്കും. അങ്ങനെ അപ്പോൾ കണ്ട് ചെറുത് വരെ ആ ടാബും പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നൊരു നോക്കാനോ പിടിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കാസ്റ്റലിന് പുറത്തിറങ്ങി താഴെ വന്നപ്പോഴേക്കും ഉണ്ട് ഇതേ നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറി ഫുൾ മഴയും കാര്യങ്ങളൊക്കെ ആവുകയാണ്. പൊടി പോണ കണ്ണില് പെട്ടെന്ന് തന്നെ കാലാവസ്ഥയൊക്കെ മാറിയിട്ട് അപ്പോൾ കാറ്റ് വന്നിട്ട് പൊടി പോവായിരുന്നു കണ്ണിൽ ഫുള്ള്. അത് ഞങ്ങളിത് എല്ലാവരും ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഇപ്പം ഇതിന് പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ 8-ൻ്റെ ഗ്ലാസ് കാത്തിട്ടുണ്ട് പോയിരുന്നു. പെട്ടെന്നാണ് മഴയും കാറ്റും എല്ലാം കൂടെ വന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഞങ്ങൾ ഫുള്ള് നനഞ്ഞിരുന്നു. എന്നിട്ട് ആ മഴ അതേപോലെ മാറി ഞങ്ങൾ വീണ്ടും നമ്മുടെ യാത്ര നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യണ്ടോ അതുപോലെ തന്നെ വീണ്ടും അന്നത്തെ ദിവസം ഫുള്ള് രാവിലെ ഫുള്ള് ഭയങ്കര ചൂടും ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് മഴ പെയ്യുന്നു നിൽക്കുന്നു അങ്ങനത്തെ ഒരു ഇത്. പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്ത പോലെ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് നമുക്ക് മറ്റേ ന്യൂസ് ഉണ്ടായിരുന്നു ജൂലൈ 5 ഇങ്ങനെ
പ്രവചിച്ചെന്തോ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് മിക്കവാറും ഇവിടെയായിരിക്കും ചിലപ്പോൾ. കാരണം അതുപോലെ മഴയായിട്ട് നമ്മുടെ ഹൈവേയിലൊക്കെ വണ്ടിയിൽ നിർത്തിയിട്ടൊക്കെയാണ്. ഹസാർഡ് ലൈറ്റ്സൊക്കെ ഓൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കണ്ണ് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടിക്കാരും നിർത്തുന്നുണ്ട്. കാറ്റ് കണ്ണാണാൻ പറ്റാണ്ട് ബെൽജിയത്തിന്റെ ശോചനീയാവസ്ഥ. കൂലിരിട്ട് പച്ചാളം പാച്ചും പച്ച വെളിച്ചെന്തേര് പ്രകൃതിക്ഷോഭം. ബെൽജിയത്തിന് ആടി വിളിയുന്നു. അങ്ങനെ മഴയൊക്കെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ മഴ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് കണ്ണ് കാണാൻ പറ്റും. അങ്ങനത്തെ മഴയാണ് കണ്ട എല്ലാ വണ്ടികളും ഹസാർഡ് ലൈറ്റ്സ് ഓൺ ചെയ്താണ് പോകുന്നത്. കാരണം അതുപോലെ കാറ്റും മഴയായിട്ടും ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ നമ്മൾ ജർമ്മനിയുടെ ബോർഡർ എത്തിയപ്പോഴേക്കും പിന്നെ അതൊക്കെ മാറിയിട്ട് പിന്നെ ഓക്കെ ആയി, നോർമലൊരിതായി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു കുട്ടി ബെൽജിയം വ്ളോഗ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.